ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. കർക്കിടക മാസം കർക്കിടക റെസിപ്പി മാത്രം പോരല്ലോ, അപ്പം നല്ലൊരു മീൻ റെസിപ്പിയുമായിട്ട് ഇതാ ഞാൻ എത്തി. അപ്പം നമ്മുടെ ഫിഷ് പൊരിച്ചെടുക്കാനില്ല, മസാല അരച്ചെടുക്കാനുള്ള മസാലയാണ് കേട്ടോ. ചെറിയ ഉള്ളി, വെള്ളുള്ളി, പച്ചമുളക്, വലിയ ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ച് വന്നാലോ. അപ്പം എല്ലാം നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് ഫിഷിലേക്ക് തേച്ച് പിടിപ്പിക്കുക. അപ്പം നമ്മുടെ മസാല എല്ലാം ഫിഷിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വരാം. അപ്പോൾ നമ്മുടെ ഈ ഫിഷ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും കാണണ്ടേ? അപ്പോൾ വരൂ, കണ്ടു നോക്കാം. വെൽക്കം ടു സിച്ചു വ്ളോഗ്. അപ്പം നമ്മുടെ ചട്ടി ചൂടായ ചട്ടിയിലേക്ക് ഒരു 8 വറ്റൽമുളക് ഇട്ടിട്ട് നന്നായി ബ്രൗൺ കളറിൽ വറുത്ത് കോരിയെടുക്കുക കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മുളകിൻ്റെ വേവെല്ലാം പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിട്ട് നന്നായി വാട്ടിയെടുക്കുക. ഞാനൊന്ന് മാറിപ്പോയപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും ടേസ്റ്റ് ഉണ്ടാവും, സാരമില്ല. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി നന്നായി വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വറുത്തെടുത്ത മുളക്, വറുത്തെടുത്ത ഉള്ളി, പുളിയും കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നന്നായി മിക്സിയിൽ അരച്ച് വരാം. അപ്പം ഇതാ നല്ലൊരു ചമ്മന്തി രൂപത്തിലായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലൊരു ചമ്മന്തി തന്നെ ആയി. നല്ല ടേസ്റ്റ് ഉണ്ട്, അരിഞ്ഞിട്ടുണ്ട് സംഭവം. അപ്പം നമ്മുടെ ഈ ഫിഷ് പരട്ടിലേക്ക് വേണ്ടത് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി, വേപ്പിൻ്റെ ഇല, ചെറിയ ഉള്ളി, വെള്ളുള്ളി. അപ്പം ചട്ടിയെല്ലാം വെച്ച് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ ഫിഷിനെല്ലാം നമുക്ക് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഫിഷെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മഴയാണ്. മഴൻ്റെ ശബ്ദം കൊണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പം നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി, വെള്ളുള്ളി, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ഉള്ളികൾ പച്ചച്ചവ മാറിക്കഴിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി നല്ലൊരു സ്മെല്ല് വരും. അപ്പം നമുക്ക് ഇതിലേക്ക് ആ ചമ്മന്തിക്കൂട്ടിട്ട് കൊടുക്കാം. അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ചെറിയ ഉള്ളി, വറ്റൽമുളക്, പുളി, അരച്ച് വെച്ച ആ ചമ്മന്തിക്കൂട്ട് ഇതിലേക്കിട്ട് നന്നായി മിക്സാക്കി കൊടുക്കുക കേട്ടോ.
അപ്പോൾ അതാ അരപ്പിൻ്റെ ബാക്കിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ പൊരിച്ച് വെച്ചിട്ടുള്ള ഫിഷ് ഉണ്ടല്ലോ, അതെല്ലാം ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇത് പൊട്ടിപ്പോവാതെ പതുക്കെ ഇളക്കി മറിച്ചെടുക്കുക. അപ്പം എല്ലാം കൂടെ നന്നായി ഇളക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഫിഷ് പെരട്ട് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വിവരം തരണേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.